എൻ്റെ പുറകിലുള്ള ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം തലവേദന എടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനേക്കാളും വലിയ തലവേദനയായിരിക്കും +2 ഫിസിക്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ സ്ലൈഡിൽ എന്താണ് കൊടുത്തതെന്ന് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ കോളത്തിൽ വളരെ സിമ്പിളാണ്. +2 ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അതിൽ ഓൾറെഡി നമ്മുടെ ഉയരെ ബാച്ചിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന ദിവസം ഈ ഫസ്റ്റ് ചാപ്റ്റർ തീരും. നാളെ ഈ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങും. അപ്പോൾ നമ്മൾ അത്യാവശ്യം പടപടയെന്നാണ് പോകുന്നത്. പടപടയെ പോകുന്നതെന്നങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററും എത്ര പേജ് ഉണ്ടെന്നുള്ള കാര്യം. അതെന്തിനാണ് സാർ അത് കൊടുത്തിരിക്കുന്നത്? ചാപ്റ്ററിൻ്റെ ഒരു എത്രത്തോളം പഠിക്കാനുണ്ടെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒബ്വിയസ്ലി പേജിൻ്റെ എണ്ണവും ചാപ്റ്ററിൻ്റെ കണ്ടന്റും എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. എത്രത്തോളം പേജ് ഉണ്ടോ അത്രത്തോളം പഠിക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. എക്സാക്ട്ലി ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും. അടുത്ത കൊടുത്തിരിക്കുന്നത് ഡിഫിക്കൽട്ടിയാണ്. ഡിഫിക്കൽട്ടിയും സബ്ജക്റ്റീവ് ആണ്. ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ആയിരിക്കും, ഓരോ ടീച്ചേഴ്സിനും ഓരോ പോലെ ആയിരിക്കും. ഞാൻ തന്നെ ചിലപ്പോൾ ഓരോ സമയത്തും ചെറിയ ഡിഫറൻറ്റ് രീതിയിലൊക്കെ പറയും. പക്ഷേ ഒരു +2 തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിലായിരിക്കും ഡിഫിക്കൽട്ടി ഓൾമോസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ട്, 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ നമ്മൾ പോകും. ഈ ചാപ്റ്റർ ബൈ ചാപ്റ്റർ വലുതാണോ ചെറുതാണോ ഡിഫിക്കൽട്ട് അത് മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇപ്ലൈ ചെയ്തു കൊടുക്കണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ചാപ്റ്റർ ബൈ ചാപ്റ്റർ നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. അങ്ങനെ വലിയ ചാപ്റ്ററാണ് തീരുമാനിക്കുക. ഇതിൻ്റെ എല്ലാ പേജസിൻ്റെയും നമ്മൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആവറേജ് ഒരു ചാപ്റ്ററിൻ്റെ പേജ് എടുക്കുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ 24 പേജാണ്. അപ്പോൾ 24ന്റെ മുകളിൽ കാര്യമായിട്ട് 44 പോലെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആവറേജ് ചാപ്റ്ററിനെക്കാളും വലിയ ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആക്ച്വലി വലിയ ചാപ്റ്ററാണ്, മോശമില്ലാത്തൊരു ചാപ്റ്ററാണ്. കുറേ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഡിഫിക്കൽട്ടി പക്ഷേ നമ്മൾ 2 സ്റ്റാറേ കൊടുക്കാൻ പറ്റുള്ളൂ, 3 സ്റ്റാർ കൊടുക്കാൻ മാത്രമൊന്നുമില്ല. പക്ഷേ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഡിഫിക്കൽട്ടി കുറവാണെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നീട്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. ചെറിയ ചാപ്റ്റർ ഒന്നല്ല, ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. 2 സ്റ്റാർ ഡിഫിക്കൽട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സാണ്. തേർഡ് ചാപ്റ്റർ ഒരു ആവറേജ് മീഡിയം സ്റ്റൈൽ അല്ലേ, അത് മീഡിയത്തിന് തൊട്ട് മുകളിൽ 2 സ്റ്റാർ ഡിഫിക്കൽട്ടി തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്ററും അത്യാവശ്യം പഠിക്കാനുള്ള ചാപ്റ്ററാണ്. വീണ്ടും 2 സ്റ്റാർ ഡിഫിക്കൽട്ടിയാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ ബേസിക് പോർഷൻസ് നിങ്ങൾക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കും. എല്ലാം അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സാണ്, എന്നാൽ ഒരു 2 സ്റ്റാർ ഡിഫിക്കൽട്ടി ചാപ്റ്റേഴ്സാണ്. ഇതുവരെ നമ്മൾ ടഫായിട്ടുള്ള ഏറ്റവും ടഫായിട്ട് +2 കാണാവുന്ന ചാപ്റ്ററിൽ എത്തിയില്ല. അപ്പോൾ ഓണം എക്സാമിൻ്റെ കേസിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത്യാവശ്യം പഠിക്കാൻ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പഠിച്ച് തീർക്കണം. ചെറിയ ചാപ്റ്റേഴ്സ് ഒന്നുമില്ല, മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ആവറേജിൻ്റെ അബോ കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സാണ്. ഒന്ന് ആവറേജിൻ്റെ താഴെയില്ല. വൈദ്യവേ ആവറേജിൻ്റെ മുകളിലതിന് ഞാൻ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുണ്ട്, ആവറേജിൻ്റെ താഴെയുള്ള വൈറ്റ് കളറിൽ. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാം വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് സമയം പെട്ടെന്ന് പഠിക്കണം, അല്ലെങ്കിൽ തീരില്ല എന്നാണ് ഈ അർത്ഥം. പക്ഷേ വലിയ ഡിഫിക്കൽട്ട് ഒന്നും ആയിരിക്കില്ല, മീഡിയം ഡിഫിക്കൽട്ടി. ഓക്കെ, ഓണം എക്സാം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുകയാണെങ്കിൽ ചെറിയ ചാപ്റ്ററാണ്, ഈസി ചാപ്റ്ററുമാണ്. ഓക്കെ, വീണ്ടും ഒരു ആവറേജ് ചാപ്റ്റർ, ആവറേജ് ഡിഫിക്കൽട്ടി. അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അത് ആവറേജ് കണ്ടന്റ് ഉള്ളൂ, പക്ഷേ ഡിഫിക്കൽട്ടി 3 സ്റ്റാർ ആണ്. ഡിഫിക്കൽട്ടി 3 സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വെർപ്പിക്കൽ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. വലിയ രസമൊന്നും ഉണ്ടാവില്ല, കുറേ ഇക്വേഷൻസ് എന്തൊക്കെയോ കാര്യങ്ങളാണ്, വലിയ രസം ഉണ്ടാവില്ല നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ 24 പേജ് എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ എങ്കിലും ഈ ഡിഫിക്കൽട്ടി കൂടുതലുകൊണ്ട് നിങ്ങൾക്ക് സമയം കൂടുതലെടുക്കും. ചാപ്റ്ററിന് കണ്ടന്റ് എത്ര ഉണ്ടാവുള്ളൂ. ചാപ്റ്ററിന് കണ്ടന്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും, പക്ഷേ നിങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കും, കാരണം ഡിഫിക്കൽട്ടി കൂടുതലാണ്. വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അടുത്ത ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ ഈസിയുമാണ്, കോമഡി ചാപ്റ്ററാണ്. പിന്നെ മെല്ലെ മെല്ലെ ചാപ്റ്ററിൻ്റെ ലെങ്ത് വീണ്ടും കൂടി വന്നു 34 പേജസിലേക്ക്. റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ്. ഡിഫിക്കൽട്ടിയും കൂടുതലാണ്. അപ്പോൾ 3 സ്റ്റാർ 3 സ്റ്റാർ. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ 3 സ്റ്റാർ കാണുന്നുള്ളൂ. അങ്ങനെ ക്രിസ്മസ് എക്സാമിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും വേവ് ഓപ്റ്റിക്സ്. ചാപ്റ്റർ ചെറുതാണ്, പക്ഷേ ഡിഫിക്കൽട്ടി 3 സ്റ്റാർ കൊടുക്കും. 3 സ്റ്റാർ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചാപ്റ്ററിൽ വീണ്ടും പുതിയ കുറേ കാര്യങ്ങളാണ്, അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതാണ് ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താ അവിടെ മാറ്റം വരുന്നത്? ഒന്ന് ചാപ്റ്ററിൻ്റെ എണ്ണം കൂടി, ഓണം എക്സാമിനെ അപേക്ഷിച്ച് ചാപ്റ്ററിൻ്റെ എണ്ണം ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്കും കൂടി, അതൊരു കാര്യം. അപ്പോൾ തന്നെ പഠിക്കാൻ കുറച്ച് കൂടുതലാണ്. പിന്നെ ചാപ്റ്ററിൻ്റെ
ഓരോ ചാപ്റ്ററിന് ഇൻഡിവിജ്വൽ കണ്ടന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണെങ്കിലും, ഓണം എക്സാമിൻ്റെ അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്ന എപ്പോഴായിരിക്കും? ഈ സമയത്തായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ സമയം എടുത്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ, ചാപ്റ്റർ ചെറുതാണെങ്കിലും. ഓക്കെ, പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഡ്യുവൽ നേച്ചർ ചെറിയ ചാപ്റ്ററാണ്, ഡിഫിക്കൽട്ടി കുറവാണ്. അതിൻ്റെ അടുത്ത ചാപ്റ്ററും ചെറിയ ചാപ്റ്ററാണ്, ഡിഫിക്കൽട്ടി കുറവാണ്. ചെറിയ ചാപ്റ്ററാണ്, ഡിഫിക്കൽട്ടി കുറവാണ്. അവസാനത്തെ ചാപ്റ്ററും വലിയ ചാപ്റ്റർ ആയിരുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല അല്ലേ? ഞാൻ കാണിച്ചു തരാം. അവസാനത്തെ ചാപ്റ്ററും വലിയ ചാപ്റ്റർ ആയിരുന്നു, പക്ഷേ ഡിലീറ്റഡ് സിലബസ് കുറേ സാധനങ്ങളെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി. അപ്പോൾ അത് വീണ്ടും ഒരു ചെറിയ ചാപ്റ്ററാണ്, ഡിഫിക്കൽട്ടി ഒരു 2 സ്റ്റാർ എന്ന് പറയാം. ഇതാണ് അവസാനത്തെ സ്ഥിതി. അപ്പോൾ അവസാനം ആക്ച്വലി വലിയ കുഴപ്പമില്ല. ഏറ്റവും അവസാനം ഏറ്റവും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എവിടെയായിരിക്കും? ഈ ക്രിസ്മസ് എക്സാമിൻ്റെ അതിൻ്റെ അവസാന സെക്ഷനിലേക്കാണ്. അതായത് 7ാമത്തെ ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ആയിരിക്കും നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും. പിന്നെ അവസാനം ഭയങ്കര ഈസി ആയിരിക്കും, വേഗം തീർക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ ജേണി എങ്ങനെയായിരിക്കും? പ്ലസ് ടു ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജേണി എക്സാക്ട്ലി ഇങ്ങനെയായിരിക്കും. ഇത് ഇപ്പോഴേ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് സിമ്പിളായിട്ടുള്ളൊരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഓണം എക്സാം ഈ ലെവലിലാണ് നിങ്ങളിങ്ങനെ പഠിച്ചു പോവുക. ഓണം എക്സാം കഴിഞ്ഞു, അപ്പോൾ ആ ലെവലിൽ ഇങ്ങനെ പോവാണ്. എല്ലാവരും മോശമില്ലാത്തൊരു ലെവലിലാണ്, നന്നായി പഠിക്കണം. കുറേ കണ്ടന്റും അത്യാവശ്യം മോശമില്ലാത്ത ഡിഫിക്കൽറ്റിയും ഉണ്ട്. പിന്നെ പെട്ടെന്ന് കുറച്ച് ഡിഫിക്കൽറ്റി ഒന്ന് ഡ്രോപ്പ് ആവും, ഡിഫിക്കൽറ്റിയും കണ്ടന്റ് ഡ്രോപ്പ് ആവും. ഏത്? 5ാമത്തെ ചാപ്റ്ററൊക്കെ എത്തുമ്പോൾ, ഫസ്റ്റ് ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ഡിഫിക്കൽറ്റി ഡ്രോപ്പ് ആവും, പഠിക്കാനുള്ള കാര്യങ്ങൾ ഡ്രോപ്പ് ആവും. പിന്നെ വീണ്ടും 7ാമത്തെ ചാപ്റ്റർ എത്തുമ്പോഴത്തേക്കും വീണ്ടും അപ്പാവും. 8ാമത്തെ ചാപ്റ്റർ മാത്രം കുറച്ച് ഈസി ആയതുകൊണ്ട് ഇങ്ങനെ ഡ്രോപ്പ് ആവും. പക്ഷെ അപ്പോൾ തന്നെ 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ഇങ്ങനെ കൊണ്ടുപോകും, ഡിഫിക്കൽറ്റിനെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെത്തും. അപ്പോൾ എത്ര ചാപ്റ്റർ ഇതുവരെ? വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 10ാമത്തെ ചാപ്റ്റർ വരെ എത്തി. ഓക്കെ, പിന്നെയുള്ള എല്ലാ ചാപ്റ്ററും ചെറിയ ചാപ്റ്ററാണ്, ഇങ്ങനെ ഭയങ്കര ഈസി ആയിരിക്കും. അവസാനത്തെ 14ാമത്തെ ചാപ്റ്റർ വരെ ഈ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങളുടെ പഠനത്തിൻ്റെ പ്ലസ് ടു ഫിസിക്സിൻ്റെ ഡിഫിക്കൽട്ടിയുടെ അല്ലെങ്കിൽ പഠിക്കാനുള്ള കണ്ടന്റിൻ്റെ ഗ്രാഫ്. ഇനി പല കുട്ടികളും ഉണ്ടാക്കുന്ന ഒരു വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, പല കുട്ടികൾ മാത്രമല്ല പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ, ഞാൻ അതിനു മുമ്പ് പറഞ്ഞുള്ള കാര്യമാണ്, ഞാനും പണ്ടൊക്കെ ചെയ്തൊരു മിസ്റ്റേക്കാണ്. അതായത് പ്ലസ് ടു കുട്ടികളല്ലേ, നമുക്ക് മെല്ലെ ഇങ്ങനെ പഠിച്ചിങ്ങനെ സെറ്റായി വരണ്ടേ, അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കില്ലേ വിചാരിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ മെല്ലെ പഠിപ്പിക്കും. കാരണം അത്ര ഈസിയ സാധനമല്ല. അപ്പം മെല്ലെ പഠിപ്പിച്ചാൽ നന്നായി മനസ്സിലാവുകയും ചെയ്യും. മെല്ലെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്കും ഓണം എക്സാമിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതിന് റിവൈസ് ചെയ്യാനും കാര്യങ്ങളൊന്നും കിട്ടില്ല. ചിലപ്പോൾ സിലബസും തീർത്തിട്ടുണ്ടാവില്ല പ്രോപ്പറായിട്ട്. പല സ്കൂളിലും സിലബസ് തീരുമില്ല. ഇതാണ് സത്യമാണ്. നിങ്ങൾ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോയും. പിന്നെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ചാപ്റ്ററും എളുപ്പമാണ്. പക്ഷെ അപ്പോൾ അപ്പോഴും ആ ഒരു പേസിലേ പോളൂ. കാരണം ഈ സ്ലോ ആയിട്ട് തുടങ്ങിയതുകൊണ്ട് ഇതും കുറച്ച് സ്ലോ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും മെല്ലെ ക്രിസ്മസ് എക്സാം അടുക്കും. ക്രിസ്മസ് എക്സാമിന് കൂടുതൽ ചാപ്റ്ററും പഠിക്കാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് തീരില്ല, ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇത് തീരാതെ നമുക്ക് ക്രിസ്മസ് എക്സാമിന് മുമ്പ് ഇനി തീർക്കണം എന്നാവും. കാരണം ഓണം എക്സാമിന് സിലബസ് തീർത്തില്ല വലിയ കുഴപ്പമില്ല, ക്രിസ്മസ് എക്സാമിന് തീർത്തില്ല എന്തോ വലിയ പ്രശ്നം പോലെയാണ് പൊതുവെ. ആക്ച്വലി പ്രശ്നം തന്നെയാണ്, ഓണം എക്സാമിന് തീർത്തില്ല അതും പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് ക്രിസ്മസ് എക്സാം തീർക്കാം. പക്ഷേ ക്രിസ്മസ് എക്സാം തീർക്കാൻ വേണ്ടിയിട്ട് എന്താ ബാക്കിയുള്ളത്? ഈ റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? പറപ്പിച്ചെടുക്കേണ്ടി വരും. പറപ്പിച്ചും കൂടെ എടുക്കും. പറപ്പിച്ചെടുത്ത് നമുക്ക് മനസ്സിലാവുമോ? ഈ മനസ്സിലായാൽ തന്നെ റിവൈസ് ചെയ്യാണ്ട് പരീക്ഷ എഴുതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പല കുട്ടികളും ഈ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ഒന്നും മനസ്സിലാവുന്നുണ്ട്, ഒന്നും പഠിക്കാണ്ട് പോയി എഴുതും. ഈ റേ ഒപ്റ്റിക്സിലൊക്കെ എത്ര ഡെറിവേഷനാണുള്ളത്? എനിക്കൊന്ന് 7-8 ഡെറിവേഷൻസ് മിനിമം ഉണ്ടാവും. അതിൽ കൂടുതൽ ഡെറിവേഷൻസ് വേണം ഉണ്ടാക്കാം. ഒന്നും പഠിക്കാണ്ട് പോയി പരീക്ഷ എഴുതും. പിന്നെ ആക്ച്വലി സിമ്പിളാണ്. പക്ഷേ ഈ ഒരു ഫേസിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ ഫേസിൽ എങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ എന്തായാലും മാർഗമുണ്ട്. നിങ്ങൾ നേരത്തെ പെട്ടെന്ന് പഠിച്ച് തീർക്കുക കറക്റ്റ് ടൈമിൽ. ഈ പണിയുടെ സമയത്ത് തീർത്തിട്ട് ഇതൊക്കെ വേഗം തീർക്കുക. കോമഡി ചാപ്റ്ററൊക്കെ വേഗം തീർത്തിട്ട് ഇത് പഠിക്കാൻ വേണ്ടി സമയം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിന് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നേരത്തെ ആക്കുക മാത്രമല്ല, ഓരോ ചാപ്റ്ററും അതിന് വേണ്ട സമയം എടുത്താൽ മതി. ഫസ്റ്റ് ചാപ്റ്ററിന് 3 ആഴ്ച എടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ചാപ്റ്ററിന് വീണ്ടും 3 ആഴ്ച എടുക്കേണ്ട ആവശ്യമില്ല. വേഗം തീർക്കണം. ആവശ്യമില്ല എന്ന് മാത്രമല്ല, ചെയ്യാൻ പാടില്ല. അതിന് കൊടുക്കേണ്ട സമയം കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താലേ ഈ റേ ഒപ്റ്റിക്സും ഈ വേവ് ഒപ്റ്റിക്സും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഒക്കെ തീർക്കാൻ സമയം കിട്ടുള്ളൂ. ഇൻഫാക്ട് അവസാനത്തെ ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിലും കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, എണ്ണമുണ്ട്. ഇത്രയും എണ്ണമുണ്ട് ചാപ്റ്റേഴ്സ്. അത് തീർക്കാൻ പറ്റുള്ളൂ. അതും പഠിക്കണ്ടേ.
അത് വെറുതെ ചില സ്കൂളുകളിലും ഇവിടെയൊക്കെ നോട്ട് കൊടുത്ത് വിടും. അങ്ങോട്ടുണ്ട് നോട്ട് കൊടുത്ത് പഠിച്ചോ, സ്വന്തം പഠിച്ചോ പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് അല്ല ഇത്. 1 സ്റ്റാർ ഡിഫിക്കൽട്ടി കൊടുത്തതിൻ്റെ അർത്ഥം നിങ്ങൾ വെറുതെ നോട്ട് വെച്ചിട്ട് പഠിച്ചാൽ മാർക്ക് കിട്ടുന്നല്ല, കിട്ടില്ല. അത് എല്ലാം കോൺസെപ്ച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ക്ലാസ് തന്നെ കേൾക്കണം, അല്ലാണ്ട് കിട്ടില്ല. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് സിലബസ് തീർക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ശരിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉയരെ ബാച്ചിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് തീരും, നാളെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങും, അടുത്ത ആഴ്ച സെക്കൻഡ് ചാപ്റ്റർ തീരും. അപ്പോൾ കറക്റ്റ് നമ്മൾ പോവുക. ഓണം എക്സാമിൻ്റെ 1 മാസം മുൻപ് നമ്മൾ സിലബസ് ഓണം എക്സാമിന് തീർക്കും. ക്രിസ്മസ് എക്സാം 1 മാസം മുമ്പ് ക്രിസ്മസ് എക്സാമിന് സിലബസ് തീർക്കുകയും ഡിസംബർ ആകുമ്പോഴത്തേക്കും ഫുൾ സിലബസ് തീർക്കുകയും ചെയ്യും. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് മാത്രമല്ല ഫിസിക്സിലുള്ളത്, പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ കഴിഞ്ഞ പാടെ തന്നെ മോഡൽ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ പാടെ തന്നെ പബ്ലിക് എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഒരിക്കലും വിചാരിക്കരുത് ഇതെന്തോ വലിയ സംഭവമാണെന്ന്. എത്രയോ കുട്ടികൾ ഓരോ വർഷവും ഇതിലൂടെ കടന്നു പോകുന്നതാണ്. പക്ഷേ ഈ ഒരു സംഗതി കൃത്യമായി മനസ്സിലാവാത്തത് കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുട്ടികൾ വരെ ഇവിടെയൊക്കെ ട്രാപ്പായി പോകും. ടെൻഷൻ വരും, ടെൻഷൻ വന്നാൽ ഭയങ്കര പിന്നെ പോയി. ആ കുട്ടി വിചാരിക്കും എല്ലാ ചാപ്റ്ററും ഇങ്ങനെ തന്നെയാണ്, അവസാനം വരെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ട്രാപ്പിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ പോയി കിട്ടി. ഉള്ളിൽ കുറച്ച് പേടി ഉണ്ടെന്ന് അറിയാം, കുറച്ച് പേടി നല്ലതാണ്. പേടിയില്ലാത്തതിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും കുറേ ഉണ്ടാവുക. കുറച്ച് പേടി നല്ലതാണ്. ആ പേടി നിങ്ങളെ കൂടുതൽ പേടിയിലേക്കും സ്ട്രെസ്സിലേക്കും അല്ല നയിക്കേണ്ടത്. ആ പേടിയുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് നന്നായിട്ട് പഠിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ അതിലെ കറക്റ്റായിട്ട് സിലബസ് ഫോളോ ചെയ്ത് പോവാം. ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ തീർക്കുമെങ്കിൽ നിങ്ങളും ഫസ്റ്റ് ചാപ്റ്റർ തീർത്തിരിക്കണം. നാളെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ തുടങ്ങുമെങ്കിൽ നിങ്ങളും സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയിരിക്കണം. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ വർക്ക്ഷീറ്റും സെലക്ടഡ് NCERT ക്വസ്റ്റൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും പറയുന്ന പോലെ ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. ഓക്കെ, അത് ചെയ്യാൻ റെഡി ആണെങ്കിൽ +2 ഫിസിക്സ് സെറ്റാണ്. അത് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ +2 ഫിസിക്സ് നിങ്ങളുടെ നൈറ്റ് മെയർ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി തന്നെ നിങ്ങൾ +2ലേക്ക് മുന്നോട്ട് പോകണം. അത് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.